Set out means start. Okay. The boy, here is a boy who set out on a trip. അപ്പൊ കുട്ടി എന്താക്കി? സെറ്റ് ഔട്ട് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു ഓൺ എ ട്രിപ്പ് ഒരു യാത്ര പോകാൻ വേണ്ടിട്ട്. ടു അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മീനിങ് ഓഫ് അപ്രീഷിയേറ്റ്? യെസ്, അഭിനന്ദിക്കാം. ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സൗന്ദര്യത്തെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി അങ്ങോട്ട് പോയി? ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി പോവാണ്. ഹു സെറ്റ്സ് ഔട്ട്, പുറപ്പെട്ടു. വേർ ഡസ് ഹി ഗോ? എവിടേക്കാ അവന് പോകേണ്ടത്? വാട്ട് ഡസ് ഹി സീ ദർ? അവൻ അവിടെ എന്തൊക്കെ കാണുക? വേർ ഡസ് ഹി ഹൗ ഡസ് ഹി ഫീൽ? എങ്ങനെയാണ് അത് അവന് അനുഭവപ്പെടുക? ഫൈൻഡ് ഔട്ട്, നമുക്ക് കണ്ടെത്താം. അപ്പൊ പറയാണ്, എന്താ പറഞ്ഞത്? എവിടേക്കാണ് അവന് പോകേണ്ടത്? നോക്കൂ, വേർ ഡസ് ഹി ഗോ. വേർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് മീനിങ് ഓഫ് വേർ? വാട്ട് ഇസ് മീനിങ് ഓഫ് വേർ? എവിടെ? എവിടെയാണ് പോകേണ്ടത്? പിന്നെന്ത് പറഞ്ഞു? വാട്ട് ഡസ് ഹി, എവിടെയാണ് പോകേണ്ടത് മാത്രമല്ല വേർ ഡസ് ഹി വാണ്ട് ടു ഗോ? എന്തൊക്കെയാണ് അവൻ അവിടെ കാണാനേ പറ്റുക അല്ലെ? ഓക്കെ, ലിസൺ. കാണുന്നുണ്ടല്ലോ? ഹലോ, കാണുന്നില്ലേ? സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നില്ലേ? എന്താ പറയാ, നമ്മൾ ഈ ഓരോ കാണുന്നില്ലേ? നമ്മളെന്താ പറയാ, നമ്മളെ കുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് ടൈം അറ്റൻഡ് ചെയ്യുന്ന സമയം 10 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ പരമാവധി 10 മണിക്ക് തന്നെ കയറാം. കാരണം നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് കയറുന്ന സമയത്ത് വീണ്ടും ബാക്കിലേക്ക് പോയി തിരിച്ചു വരാൻ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ, ലിസൺ. അങ്ങനെ എവിടേക്ക് വാട്ട് ഡസ് ഹി സീ? എന്താണ് വാട്ട് ഡസ് ഹി സീ ദർ? എന്തൊക്കെ അവൻ അവിടെ കാണാൻ കഴിയും? ഹൗ ഡസ് ഹി ഫീൽ? അവൻ എങ്ങനെ അത് അനുഭവപ്പെടും? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, നമുക്ക് കണ്ടെത്താം. ഹൗ ഫാർ ഈസ് ദ റിവർ? ഹൗ ഫാർ ഈസ് ദ റിവർ? ആ റിവർ എത്ര ദൂരത്താണ് ആ റിവർ? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടെയിൻ. അപ്പൊ കഥയിൽ പറയാണ്, ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ. ബിറ്റ്വീൻ മീൻസ് വാട്ട് ഇസ് മീനിങ് ഓഫ് ബിറ്റ്വീൻ? ഇടയിൽ, രണ്ടാൾക്കാർക്കിടയിലാണ് എന്ത് പറയാ? ബിറ്റ്വീൻ. രണ്ട് സാധനങ്ങളുടെയോ രണ്ടാളുകളെയോ എന്തെങ്കിലും രണ്ടെണ്ണം ഉണ്ട്, അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? ബിറ്റ്വീൻ. എന്താണ്? ബിറ്റ്വീൻ. ഓക്കെ, ബിറ്റ്വീൻ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ. റിവറിന്റെയും ബോയുടെയും ഇടക്ക് ആരുണ്ട്? There is the river stood between the boy and the river stood a mountain. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? ഒരു മൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അപ്പം the boy want to see the river, but there is a mountain in between the boy and the river. ആ ബോയുടെയും റിവറിന്റെയും ഇടയിൽ എന്തുണ്ടായിരുന്നു? there is a mountain, ഒരു മൗണ്ടെയിൻ, ഒരു വലിയ മല ഉണ്ടായിരുന്നു. വാട്ട് ഇസ് മീനിങ് ഓഫ് മൗണ്ടെയിൻ? മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കുന്നല്ല, മല. എന്താണ്? മല. കുന്നിന് ഹിൽ എന്നാണ് പറയാ. ഹിൽ എന്ന് പറഞ്ഞാൽ കുന്ന്, മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ മല. ഓക്കെ, മനസ്സിലായോ? Can you understand? Okay. Listen. The boy was young and the river was small. എന്താണ്? The boy was young. കുട്ടി എന്താണ്? യങ് ആണ്. And the river was small. റിവർ എന്താണ്? ചെറുതുമാണ്. കുട്ടി യങ് ആണ്, റിവർ ചെറുതാണെന്ന് പറയും. അതിന് ഇന്നർ മീനിങ് ഉണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അതായത് കുട്ടി യങ് ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ് എന്ത്? റിവറിനെ കീഴടക്കുക എന്നുള്ളത്. അതുകൊണ്ട് എന്താണ്? ഹി വാസ് യങ് ആൻഡ് എനർജറ്റിക്. ഹി കാൻ കോൺക്വർ ഓർ ഹി കാൻ ഫീൽ ദ റിവർ വേറെവർ ഇറ്റ് ഈസ്. അല്ലെ? എവിടെയാണെങ്കിലും, നദി എത്രത്തോളം ദൂരത്താണെങ്കിലും കുട്ടി എന്ത് ചെയ്യും? നദി കാണുക തന്നെ, റിവർ കാണുക തന്നെ ചെയ്യും. ഓക്കെ, ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്. പക്ഷെ മൗണ്ടെയിൻ എന്താണ്? ബിഗ് ആണ്. മല എന്താണ്? വലുതാണ്. അവന്റെ മുന്നിലുള്ള തടസ്സം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ബിഗ്. വലിയ തടസ്സമാണ് അവന്റെ മുന്നിലുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അവന്റെ മുന്നിൽ നദി എന്ന് പറയുന്നത് അവന്റെ ലക്ഷ്യം എന്താണ്? എന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമാണ്, പക്ഷെ
ഒരുപാട് തടസ്സങ്ങളുണ്ട്. തടസ്സം എന്താണ്? വലുതാണ്. പക്ഷെ അതിനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ എന്ത് ചെയ്യും? അത് കീഴടക്കുക തന്നെ ചെയ്യും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞ ഇടയിലാണ്, റിവർ അറിയാം, നദിയാണ്. സ്റ്റുഡ് എന്ന് പറയുന്നത് വാട്ട് ഇസ് മീനിങ് ഓഫ് സ്റ്റുഡ്? സ്റ്റുഡ് എന്ന് പറയുന്നത് സ്റ്റുഡ്, സ്റ്റാൻഡ് എന്ന് പറയാറില്ലേ? നിൽക്കുക. സ്റ്റുഡ് എന്ന് പറഞ്ഞാൽ നിന്നു. സ്റ്റുഡ് എ മൗണ്ടെയിൻ, ഒരു മൗണ്ടെയിൻ ഉണ്ടായിരുന്നു, ഒരു മല ഉണ്ടായിരുന്നു. ദ ബോയ് വാസ് യങ്, കുട്ടി എന്താണ്? ചെറുപ്പക്കാരനാണ്. ആൻഡ് ദ റിവർ വാസ് സ്മാൾ, നദി എന്താണ്? ചെറുതാണ്. ബട്ട് ദ മൗണ്ടെയിൻ വാസ് ബിഗ്, അവന്റെ മുന്നിലുള്ള മൗണ്ടെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ വലുതാണ്. ഓക്കെ, ബാക്കി പറയട്ടെ. ലിസൺ. ദ thickly forested mountain hide the river. The thickly forested mountain. എന്താണ് thickly forested എന്ന് പറഞ്ഞാല്? thickly, what is thick? thick തിക്ക് എന്ന് പറഞ്ഞാല് ഇടതൂർന്ന, കട്ടി കൂടിയെന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? നമ്മൾ ഫോറസ്റ്റിനെ കുറിച്ച് പറയുമ്പോ ഇടതൂർന്ന എന്ന് പറഞ്ഞാൽ നിറച്ചു മരങ്ങളുള്ള, നമ്മളെ ഫോറസ്റ്റിലൂടെ മരങ്ങൾ മാത്രമാണ് അല്ലെ. നമ്മൾ പല ഫോറസ്റ്റിലും നമ്മൾ ടൂറൊക്കെ പോണ സമയത്ത് കാട്ടിലൂടെ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് കഴിഞ്ഞ മരങ്ങളെ കാണാൻ പറ്റും. ഇവിടെ നല്ല തിക്ലി ഫോറസ്റ്റഡ് ആണ്, ഒരുപാട് ഇടതൂർന്ന മരങ്ങൾ അടങ്ങിയ മൗണ്ടെയിൻ. എന്താണ്? ആ മലയിൽ ഒരുപാട് മരങ്ങളുണ്ട്. ഹൈഡ് ദ റിവർ, അത് ആ റിവറിനെ മറച്ചിരുന്നു. അപ്പൊ കുട്ടി തന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ്, ഹി ക്യാൻ സീ എ ഹ്യൂജ് മൗണ്ടെയിൻ, എ ബിഗ് മൗണ്ടെയിൻ ദർ. അപ്പം ദ ബോയ് നോസ്, ബോയ് ഹിയർഡ് അബൌട്ട് ദ റിവർ, ഹി നോ ദാറ്റ് ദ റിവർ ഈസ് എന്താണ്? റിവർ ഈസ് ബിയോണ്ട് ദ മൗണ്ടെയിൻ, ആ മൗണ്ടെയിന്റെ അപ്പുറത്താണ് എന്ത്? റിവർ എന്ന് ആർക്കറിയാം? ദ ബോയ് നോസ് ദാറ്റ് ദർ ഇസ് എ റിവർ, as a beautiful river there, but there is a mountain in between the boy and the river. Okay, the thickly forested mountain hide the river. What is the meaning of hide? What is the meaning of hide? മറയ്ക്കുക, ഒളിക്കുക, ഹൈഡ്. അപ്പൊ ദ റിവർ ഓക്കെ, ദ മൗണ്ടെയിൻ ഹൈഡ് ദ റിവർ, ആ മൗണ്ടെയിൻ എന്ത് ചെയ്തിരുന്നു? ഹൈഡ് ചെയ്തിരുന്നു. എന്തിനാ ഹൈഡ് ചെയ്തിരുന്നു? റിവറിനെ ഹൈഡ് ചെയ്തിരുന്നു. ദ മൗണ്ടെയിൻ ഹൈഡ് ദ റിവർ, റിവറിനെ ഹൈഡ് ചെയ്തിരുന്നു. ഹൈഡ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക, ഒളിക്കുക. അറിയാത്തൊരു മീനിങ് അപ്പൊ തന്നെ എഴുതി വെച്ചോളണം. പെൻസിൽ കൊണ്ട് മീനിങ് മുകളിൽ എഴുതി വെക്കുക. ദ മൗണ്ടെയിൻ ഹൈഡ് ദ റിവർ. ഓക്കെ, ബട്ട് ദ ബോയ് ന്യൂ ഇറ്റ് വാസ് there. But the boy knew the mountain was beyond the mountain. The boy knew it was there. What was there? The river. എന്താണ്? റിവർ അവിടെ ഉണ്ടെന്ന് കുട്ടിക്കറിയാം. he heard about that river. ആ റിവറിനെ കുറിച്ച് കുട്ടി കേട്ടിട്ടുണ്ടായിരുന്നു. He had never seen the river with his own eyes. എന്താ പറഞ്ഞത്? ഈ കുട്ടി ന്യൂ എന്ന് പറഞ്ഞ അർത്ഥം KNEW, ന്യൂ അറിഞ്ഞു. ഇറ്റ് വാസ് ദർ, എന്താണ്? നദി അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ, അവൻ ഒരിക്കലും എന്ത് കണ്ടിട്ടില്ല? റിവറ് കണ്ടിട്ടില്ല. അവൻ ഒരിക്കലും റിവറ് കണ്ടിട്ടില്ല. പക്ഷെ ഹി ന്യൂ ദാറ്റ് ദർ ഇസ് എ റിവർ. ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐ, തന്റെ കണ്ണുകൾ കൊണ്ട്. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ്, എവിടുന്നാ കേട്ടത്? ഫ്രം ദ വില്ലേജേഴ്സിന്റെ അടുത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ബട്ട് ഹി നെവർ സീൻ ദ റിവർ ഹിസ് ഓൺ ഐസ്, ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹിയർഡ് ഓഫ് ഇറ്റ്. അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ നദിയെ കുറിച്ച് അവൻ വില്ലേജേഴ്സിന്റെ അടുത്തുനിന്ന് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓഫ് ദ ഫിഷ്, എന്തിനെ കുറിച്ചൊക്കെ കേട്ട് മനസ്സിലാക്കിയത്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടേഴ്സ്, അതിന്റെ വെള്ളത്തിലുള്ള ഫിഷുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ആ മീനുകൾ. ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്ക്, എന്തിനെ കുറിച്ച്? ഇറ്റ്സ് റോക്ക് പാറകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹി വിഷ്ഡ്, പാറക്കഷ്ണങ്ങൾ, കല്ലുകൾ. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ, അവൻ എന്ത് ചെയ്തു? വിഷ്ഡ് നമ്മൾ ആദ്യം പറഞ്ഞതാണ്. വിഷ് ചെയ്യാന്ന് പറഞ്ഞാ വിഷ്ഡ്, ആഗ്രഹിച്ചു. ഹി വിഷ്ഡ് ടു ടച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ തൊടുക. ഹി വിഷ് ടു ടച്ച് ദ വാട്ടർ, അവൻ എന്താണ്? വാട്ടറിനെ ടച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു. ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, അത് മാത്രമല്ല അത് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യുകയും വേണം. അപ്പൊ എന്താ കുട്ടിയുടെ ആഗ്രഹം? ഹി വാണ്ട് ടു ടച്ച് ദ റിവർ, ഹി വാണ്ട് ടു ടച്ച് ദ വാട്ടർ ആൻഡ് ദ വാട്ടർ നോ ഇറ്റ്, ഹി വാണ്ട് ടു നോ ഇറ്റ് പേഴ്സണലി. അവൻ എന്താണ്? ആ നദിയെ കുറിച്ച് പേഴ്സണൽ ആയിട്ട് അറിയുകയും വേണം. എന്ന് പറഞ്ഞാൽ അതിനെ ടച്ച് ചെയ്യുകയും ആ നദിയെ കുറിച്ച് പേഴ്സണൽ ആയിട്ട് അതിനെ കണ്ടു മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ?
ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊന്ന് പറഞ്ഞു നോക്കാം എന്താ ഉണ്ടായിരുന്നത്. എ ബോയ് വാണ്ടഡ് ടു സി എ റിവർ. He wanted to see a river. He set out from his house. He set out from his house. അവന്റെ വീട്ടിൽ നിന്ന് അവൻ എന്ത് സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, സ്റ്റാർട്ട് ചെയ്തു. സെറ്റ് ഔട്ട്, സ്റ്റാർട്ട്. I start a journey or trip to see the river. To see the river. Okay, he actually didn't see the river. അവൻ എന്ത് ചെയ്തിട്ടില്ല? റിവർ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. But he heard about the river from വില്ലേജസ്. അവന്റെ ഗ്രാമവാസികളിൽ നിന്നും അവൻ എന്ത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹി ഹിയർഡ് അബൌട്ട് ദ റിവർ. ആ റിവറിനെ കുറിച്ച് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. ഹി വിഷ്ഡ്, അവൻ ആഗ്രഹിച്ചു. എന്ത് ആഗ്രഹിച്ചു? ഹി വാണ്ടഡ് ടു ടച്ച് ദ വാട്ടർ. അവൻ ആ വെള്ളത്തിൽ തൊടണം എന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് നോ ഇറ്റ് പേഴ്സണലി, അത് വ്യക്തിപരമായിട്ട് അതിനെ ഒറ്റക്ക് അടുത്ത് അറിയണമെന്നുള്ള ആഗ്രഹം ആർക്കുണ്ടായിരുന്നു? ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? Can you understand me? Okay, listen. Next para. Okay, next para. He stood in front of his house on the hill opposite the mountain. He stood in front of his house. Who stood? The boy. The boy stood in front of his house. എവിടെ നിന്നത്? In front of his house. എവിടെ? ആരുടെ വീട്ടിന്റെ മുന്നിൽ? The boy stood in front of his house on the hill opposite the mountain. എവിടെ നിന്നത്? ഒരു ഹില്ലിന്റെ മുകളിൽ. വാട്ട് ഈസ് ഹില്ല്? കുന്ന്. യെസ്, മലയല്ല, കുന്ന്. ലിസൺ മക്കളെ, ഇവിടെ ഈ രണ്ട് കാര്യം പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങൾക്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ മൗണ്ടൈൻ ആൻഡ് ഹില്ല്. ഹില്ല് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, ചെറിയ കുന്ന്, അല്ലെങ്കിൽ ചെറിയ കുന്ന് എന്ന് പറയില്ല, കുന്ന് പറഞ്ഞാൽ നമ്മളെ നിൽക്കുന്ന സ്ഥലത്തിനേക്കാളും കുറച്ചൊരു ഉയരമുള്ള സ്ഥലം, അതിനെ നമ്മൾ കുന്ന് എന്ന് പറയാം. നമുക്കൊക്കെ ഈസി ആയിട്ട് കയറി നിൽക്കാൻ പറ്റിയ സ്ഥലം കുന്ന്. അപ്പൊ മൗണ്ടൈൻ എന്ന് പറഞ്ഞാലോ? നമുക്ക് ഒരുപാട് സമയം, നമ്മൾ ട്രക്കിംഗ് ഒക്കെ നടത്താറുണ്ട്. ടൂർ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ബാഗിൽ വെള്ളവും ഫുഡൊക്കെ കൊണ്ടുപോയി ഒരു വണ്ടിയൊക്കെ കുത്തിപ്പിടിച്ച് നമ്മളിങ്ങനെ കയറും, വലിയ മല കയറും. അതിനാണ് നമ്മൾ ട്രക്കിംഗ് എന്നൊക്കെ പറയാം. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് മൗണ്ടെയിൻ എന്നാണ്. അതാണ് ഇപ്പൊ ഹിമാലയൻ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ഇതുപോലത്തെ റോപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ കയറുന്നത്. അപ്പൊ അതൊക്കെ മൗണ്ടെയിൻ ആണ്. അപ്പൊ വലുതാണ്. മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഹിൽ എന്ന് പറഞ്ഞാൽ ചെറിയ കുന്നാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത് he stood in front of his house. അവൻ അവന്റെ വീട്ടിന്റെ മുന്നിൽ നിന്നു. on the hill opposite the mountain. അപ്പൊ ഈ ഹില്ല് എവിടെയാണ്? അവന്റെ വീടിന്റെ മുന്നിലാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഓഫ് ദി മൗണ്ടൈൻ എവിടെയാണ്? മൗണ്ടൈന്റെ ഓപ്പോസിറ്റ്, അതായത് മൗണ്ടൈന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഹില്ല്, അവിടെയാണ് അവൻ എന്ത് ചെയ്തത്? നിന്നത്. ആൻഡ് ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. ആ കുന്നിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. ആ താഴ്വാരം മുഴുവൻ അവൻ എന്ത് ചെയ്തു? നോക്കി, അല്ലെ? അവന്റെ താഴ്വാരം മുഴുവൻ നോക്കി. എന്താ അവിടെ കാണാൻ പറ്റുന്നത്? ഗെയ്സ് എന്ന് പറഞ്ഞാല് ചുറ്റും നോക്കുക. ഗെയ്സ്ഡ് അക്രോസ് ദ വാലി. ആ വാലി താഴ്വാരം അക്രോസ് മുഴുവനായിട്ട്, അക്രോസ് ദ വാലി. ഡ്രീമിങ് ഓഫ് ദി റിവർ. എന്ത് കണ്ടുകൊണ്ട്? ഡ്രീമിങ് സ്വപ്നം കണ്ടുകൊണ്ട്. ഡ്രീം തറ സ്വപ്നം. ദ റിവർ. എന്തിനെ സ്വപ്നം കണ്ടുകൊണ്ട്? യെസ്, ഐ വാസ് ഡ്രീമിങ് ഓഫ് ദി റിവർ. റിവറിനെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ അവിടെ ഇങ്ങനെ നിന്നു, അല്ലെ? നമ്മളിപ്പം എവിടെയെങ്കിലൊക്കെ ടൂർ പോയി കഴിഞ്ഞാല് നല്ല ഉയർന്നൊരു സ്ഥലത്തെത്തിയിട്ട് ചുറ്റുഭാഗത്ത് ഇങ്ങനെ നോക്കും, അവരുടെ കൈയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട്, അല്ലെ? എന്നാലും ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ ഭയങ്കര ഒരു ഫീലാണ്. കാറ്റൊക്കെ ഇങ്ങനെ അടിക്കും, അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ നോക്കാൻ നല്ല ഭംഗിയാണ്. അപ്പൊ അതുപോലെ ഈ കുട്ടി എന്ത് ചെയ്തു? ഗേസ്ഡ് അക്രോസ് ദ വാലി. ആ വാലി മുഴുവനായിട്ട് അവൻ അങ്ങനെ നോക്കി. ഡ്രീമിങ് ഓഫ് ദി റിവർ. അപ്പോൾ അവന്റെ മനസ്സിൽ എന്താണ്? ഐ വാസ് ഡ്രീമിങ്. അവൻ സ്വപ്നം കാണുകയായിരുന്നു. ടു സീ ദ റിവർ. ഡ്രീമിങ് ഓഫ് ദ റിവർ. ആ റിവറിനെ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ അങ്ങനെ നിൽക്കുകയാണ്. ഹി വാസ് എബൌട്ട് 12 years old. അവൻ എത്ര വയസ്സാണുള്ളത്? ഹി വാസ് എബൌട്ട് 12 years old. 12 വയസ്സാണ്, അല്ലെ? നിങ്ങൾക്ക് എത്ര വയസ്സായി? 12 ആയോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ വലിയ കുട്ടികളായില്ലേ? ഓക്കെ, യു ആർ അബൌട്ട് 12. ഓക്കെ,
He was about 12 years old. The boy is also 12 years old. Yes, sturdy boy. Yes, sturdy. What is for sturdy? Sturdy. യെസ് എന്താണ് നല്ല ആരോഗ്യമുള്ള കുട്ടി അല്ലെ നമ്മളൊക്കെ പോലെ നിങ്ങളൊക്കെ പോലെ ഓടിച്ചാടി കളിക്കുന്ന നല്ല ആരോഗ്യമുള്ള സ്റ്റേഡി ആയിട്ടുള്ള കുട്ടിയാണ് അതുപോലെ വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ എന്താ അൺടൈഡി ബ്ലാക്ക് ഹെയർ എന്ന് പറഞ്ഞാൽ ഹെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുടിയാണ് അൺടൈഡിയോ ഓക്കെ റേഞ്ച് പോയോ വാട്ട് ഇസ് മീനിങ് ഓഫ് അൺടൈഡി വൃത്തിയില്ലാത്ത പാറി പറക്കുന്ന തലമുടി അല്ലെ അതായത് അവന്റെ മുടി എങ്ങനെയാണ് അവൻ ഇങ്ങനെ വാർന്ന് വെച്ചിട്ട് നല്ല ചീകി മിനുക്കിയിട്ടില്ല എന്താണ് അതിങ്ങനെ കാറ്റിന് ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് അതാണ് അൺടൈഡി ബ്ലാക്ക് ഹെയർ അവന്റെ പാറിപ്പറക്കുന്ന കറുത്ത തലമുടി കേൾക്കുന്നുണ്ടോ ഓക്കെ അൺടൈഡി എന്ന് പറഞ്ഞപ്പോ എന്താണ് അൺടൈഡി വൃത്തിയില്ലാതെ പറയരുത് എന്താണ് ചീകി മിനുക്കി വെക്കാത്ത പാറി പറക്കുന്ന തലമുടി ട്ടോ ചീകി ഒതുക്കാത്ത തലമുടി ഓക്കെ വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐ എന്താണ് ഷൈനിങ് തിളങ്ങുന്ന ബ്ലാക്ക് ഐ കറുത്ത കണ്ണുകള് തിളങ്ങുന്ന കറുത്ത കണ്ണുകള് ഷൈനിങ് ബ്ലാക്ക് ഐസ് ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ അവൻ എന്തുണ്ട് ഹി ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ഒരുപാട് നല്ല പ്രത്യേകതകളുള്ള ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ അവൻ എന്തുണ്ട് നല്ല ബ്രൗൺ കളറുള്ള ക്ലിയർ ആയിട്ടുള്ള സ്കിൻ ഉണ്ട് ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് പക്ഷെ അവന്റെ ഹാൻഡ്സും ഫീറ്റും എന്താണ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വേർ റഫ് എന്താ റഫ് എന്ന് പറഞ്ഞാല് എന്താ റഫ് പരിപരുത്ത അല്ലെ പരിപരുത്ത എന്ന് പറഞ്ഞാൽ എന്താ അവന്റെ ഹാൻഡ്സും അതുപോലെ കൈകളും അതുപോലെ ഫീറ്റും ഒക്കെ എന്താണ് റഫാണ് ആൻഡ് സ്ക്രാച്ച്ഡ് എന്താണ് വരകൾ വിള്ളലുകള് വീണതാണ് വിള്ളലുകൾ വരകളും കുറികളും അല്ലെങ്കിൽ വിള്ളലുകൾ പറ്റിയതായിരുന്നു അവന്റെ കൈകാലുകൾക്ക് ഹി വാസ് ബെയർ ഫൂട്ടഡ് കാരണം എന്താ ഹി വാസ് ബെയർ ഫൂട്ട് അല്ലെ ചെരുപ്പിടാതെ നമ്മളോട് കല്ലിലൂടെ ഒക്കെ നടക്കാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും വേദനിക്കും കാലുകളൊക്കെ പൊട്ടും കൈകാലും വേറെ ഹി വാസ് ബെയർ ഫൂട്ടഡ് പക്ഷെ ഇവന്റെ അവസ്ഥ എന്താ നോക്കൂ അവൻ ബെയർ ഫൂട്ടഡ് ആണ് ബെയർ ഫൂട്ടഡ് നഗ്നപാതനായ ചെരുപ്പിടാത്ത നോട്ട് ബിക്കോസ് ഹി കുഡിന്റ് അഫോർഡ് ഷൂ എന്താ പറഞ്ഞത് നോട്ട് ബിക്കോസ് എന്തല്ല ഹി കുഡിന്റ് അഫോർഡ് സാധിക്കാത്ത അഫോർഡ് ഷൂ വാങ്ങാൻ കഴിയാത്ത ആളൊന്നും അല്ല എന്താ കാരണം ഹി വാണ്ടഡ് ടു ഫീൽ ദ നേച്ചർ പ്രകൃതിയെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവൻ ചെരുപ്പിടാതെ നടക്കുന്നത് മനസ്സിലായോ കല്ലുകളും പാറക്കെട്ടുകളും പുല്ലുകളും അതൊക്കെ ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ എന്തിടാത്തത് ചെരുപ്പ് ഇടാത്ത അല്ലെങ്കിൽ ഷൂ ഇടാത്തത് ബട്ട് ബിക്കോസ് ഹി ലൈക്ഡ് അവൻ എന്ത് ചെയ്തു അവൻ ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഹി ലൈക്ഡ് ദ ഫീൽ ഓഫ് വാം അവൻ എന്ത് ഇഷ്ടപ്പെട്ടു ഫീൽ ഓഫ് വാം ഈ ഊഷ്മളത അവൻ ഇഷ്ടപ്പെട്ടു ഈ കാടിന്റെയും മലകളുടെയും കുന്നിന്റെയും ഒക്കെ അതൊക്കെ അവൻ എന്താണ് ഫീൽ ചെയ്യണം സ്വന്തം കാലുകൾ കൊണ്ട് ഫീൽ ചെയ്യണം അല്ലാതെ നമ്മുടെ പോലെ ചെരുപ്പിട്ട് നടക്കാൻ അവൻ ആഗ്രഹിച്ചില്ല ഓഫ് വാം സ്റ്റോൺസ് നല്ല ചൂടുള്ള കല്ലുകള് ആൻഡ് കൂൾ ഗ്രാസ് തണുത്ത ഗ്രാസും ഒക്കെ അവൻ എന്ത് ചെയ്തു അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹം അവന് ഉണ്ടായി ഓക്കെ ഇത്രയാണ് ഫസ്റ്റത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ച എല്ലാവരും വൃത്തിയായിട്ട് ഒന്ന് വായിക്കി മനസ്സിൽ ഒച്ചത്തിൽ വായിക്കേണ്ട മനസ്സിൽ വായിച്ചാൽ മതി കേട്ടോ ഓക്കെ കേൾക്കുന്നുണ്ടോ ഒന്ന് വായിക്ക എല്ലാവരും മനസ്സിൽ വായിച്ചാൽ മതി ഒച്ചത്തിൽ ശബ്ദത്തിൽ വായിക്കണ്ട കേട്ടോ ഓക്കെ എല്ലാവരും വായിച്ചോളൂ
ഓക്കെ ലിസൺ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാച്ചാല് ആ പേജ് നമ്പർ 8 ശ്രദ്ധിക്കുക. പേജ് നമ്പർ 8 ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 8. Okay, can you see? Can you see? Okay, here is a newspaper clipping. Here is a newspaper clipping. Read it carefully. ഒരു ന്യൂസ്പേപ്പർ ക്ലിപ്പിംഗ് ഉണ്ട്, കണ്ടോ നിങ്ങള്? We have already studied about how to write a newspaper report. Okay, here is a newspaper report about a girl, Nature's daughter. Nature's daughter. Okay, I read it. Jharkhand, living close to nature is living life in full. Suryamani's story will definitely be an eye opener to those who deliberately walk away from nature. Suryamani is a tribal nature activist who loves the forest and considers it as her own. She loved the forest and knew that she could do something to save it. In college, she became a part of the Save the Forest movement. She went on nature walks with children on weekends, explaining that our survival is linked with the survival of the forest. Okay? Hello? Okay. Okay. What is in his news? News is about the activist. Okay, activist Suryamani. We have seen Suryamani yesterday in that Victor's class, isn't it? The picture of Suryamani. Okay, living close to nature. നേച്ചറിനോട് ക്ലോസ് ആയി ജീവിക്കുക എന്നുള്ളത്, ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. നമ്മൾ നേച്ചറിനോട് ക്ലോസ് ആയി ജീവിക്കുക, അടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എന്താണ്, അതിന്റെ ഫുൾ സിംഗിളാവും. അതായത് അപ്പോഴേ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ എന്നാണ് ആര് പറയുന്നത്, എന്താണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, സൂര്യമണി സ്റ്റോറി. സൂര്യമണി എന്ന് പറയുന്ന ആളുടെ ആ നാച്ചർ ആക്ടിവിസ്റ്റിന്റെ സ്റ്റോറി പറയാണ്. വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ. അതെന്താണ്, തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒന്നാണ്. ടു ദോസ് ഹു ഡെലിബറേറ്റ്ലി വാക്ക് അവേ ഫ്രം നേച്ചർ. പ്രകൃതിയിൽ നിന്ന് എന്താണ് ഡെലിബറേറ്റ് ആയതുകൊണ്ട്, അതായത് മനഃപൂർവം എന്താണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാത്ത ആൾക്കാരെ കണ്ണ് തുറപ്പിക്കുന്നതാണ് സൂര്യമണിയുടെ സ്റ്റോറി. സൂര്യമണി ഈസ് എ ട്രൈബൽ എന്താണ് ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ്. ട്രൈബൽ അതായത് എന്താണ് ട്രൈബൽ ആയിട്ട് നമ്മൾ ആദിവാസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നാച്ചർ ആക്ടിവിസ്റ്റ് ആണ് ആര്, സൂര്യമണി. ഹു ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് കൺസിഡേർഡ് ഇറ്റ് ആസ് എ റോൺ. അവിടെ പ്രകൃതിയെ ഇഷ്ടപ്പെട്ടിരുന്നു, ഫോറസ്റ്റിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അത് മാത്രമല്ല അതിനെ എന്തായി കണ്ടു, ഇറ്റ് ആസ് ഹെറോൺ, അവളുടേത് കൂടിയാണെന്ന് കണക്കാക്കി. ഷീ ലവ്ഡ് ദ ഫോറസ്റ്റ്, അവൾ എന്താണ് ഫോറസ്റ്റിനെ സ്നേഹിച്ചു. ആൻഡ് ന്യൂ, അവൾ അറിഞ്ഞു ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. എന്താണ് നേച്ചറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇൻ കോളേജുകളിൽ ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ദി സേവ് ദ ഫോറസ്റ്റ് മൂവ്മെന്റ്. കോളേജിലെ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ അവള് അംഗമായിരുന്നു. ഷീ വെന്റ് ടു നേച്ചർ വാക്ക്, അവൾ പ്രകൃതിയിൽ നടക്കാൻ പോകാറുണ്ട്. ആരുമായിട്ട്, വിത്ത് ചിൽഡ്രൻ, കുട്ടികളുമായിട്ട്. ഓൺ വീക്കെൻഡ്, എന്താണ് നമ്മുടെ വീക്കെൻഡുകളിലൊക്കെ. എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദി ഫോറസ്റ്റ്. എന്ത് പറയും, എക്സ്പ്ലെയിൻ ചെയ്യും നമ്മുടെ സർവൈവല് എന്തുമായി ബന്ധപ്പെട്ടതാണ്. അവർ സർവൈവൽ, നമ്മുടെ സർവൈവൽ എന്ന് പറഞ്ഞ നിലനിൽപ്പ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ഫോറസ്റ്റ്. അതായത് കാടിന്റെ നിലനിൽപ്പും നമ്മുടെ നിലനിൽപ്പും തമ്മിൽ ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ആര് പറഞ്ഞു മനസ്സിലാക്കി, സൂര്യമണി നമ്മളോട് പറയാം. ഇനി ഇവിടെ ഒരു കോളം ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ. ഐ കുഡ് സീ, ഐ കുഡ് ഹിയർ, ഐ കുഡ് സെൻസ് എന്നൊക്കെ പറഞ്ഞ കണ്ടോ. ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു നേച്ചർ വാക്ക്. നിങ്ങൾ നേച്ചർ വാക്കിൽ പോയാല്, അല്ലെങ്കിൽ നേച്ചറിലേക്ക് നടന്നു കഴിഞ്ഞാല് വിത്ത് യുവർ ടീച്ചർ, നിങ്ങളുടെ ടീച്ചറിന്റെ കൂടെ, ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ്, എങ്ങനെയായിരിക്കും ആ എക്സ്പീരിയൻസ് എന്ന്. അവിടെ കോളം കണ്ടോ നിങ്ങള്, 3 കോളം കണ്ടില്ലേ. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അയച്ചാൽ മതി കേട്ടോ. എന്താ പറയുന്നത്, ബിഗ് ട്രീസ്, ദ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ്, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവർ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് അയച്ചാൽ മതി. ഓക്കെ, ഇനി പറയാനുള്ളത് അതില് ഓക്കെ നോട്ട് അയച്ചാൽ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ പിന്നെ ഒരു ഭാഗത്ത് കുറച്ച് സ്ലോഗൻ ഉണ്ട്. നോക്കൂ, അടുത്ത പേജ് നോക്കൂ. ഏതായിരുന്നു,
ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞ ചിത്രം കണ്ട നിങ്ങള്? നോ ട്രീസ് നോ മാൻ എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ കാണണ്ട, ക്ലിയർ കുറവായിരിക്കും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്ര മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് സ്ലോഗൻസ് ഉണ്ടാക്കുക. സ്ലോഗൻസ്, മുദ്രാഗീതങ്ങൾ ഉണ്ടാക്കുക. എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതിയെന്ന് തോന്നുന്നുണ്ട് അല്ലെ? മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കുക. ക്ലിയർ ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ടോപ്പിക്. ടോപ്പിക്കുമായി, അതായത് നേച്ചറിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിൽ എഴുതണം. അതെങ്ങനെയായിരിക്കണം? ക്ലിയർ ആൻഡ് അപ്രോപ്രിയേറ്റ് ടു ദ ടോപ്പിക്. ടോപ്പിക്ക് വളരെ വ്യക്തമാവുന്നതായിരിക്കണം. അതുപോലെ ക്രിയേറ്റീവ്, എന്തെങ്കിലും നിങ്ങളുടേതായ സൃഷ്ടി വേണം. ക്യാച്ചി, എല്ലാവരും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. എഫക്റ്റീവ് ആവണം. അതുപോലെ വെൽ ഓർഗനൈസ്ഡ്, റിതമിക്. ഒരുപാട് എസ് എഴുതുന്ന പോലെ വലിച്ചു നീട്ടി എഴുതാനേ പാടില്ല. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ഇൻ ദ സെയിം ലെറ്റർ കാൻ ബി യൂസ്, ട്രൈ ടു മേക്ക് ഇൻ ദ റിതമിക്. അപ്പൊ നിങ്ങൾ ഒരു താളത്തിൽ നല്ല പരസ്പരം അക്ഷരങ്ങളും അല്ലെങ്കിൽ വാക്കുകളൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമാവുന്ന രീതിയിൽ എന്ത് ചെയ്യാ? നിങ്ങൾ എഴുതിയിട്ട് സ്ലോഗനും ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ അയക്കണം. പിന്നെ മാത്രമല്ല, നമ്മുടെ ടെക്സ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് അവിടെ. നമ്മൾ ഇപ്പൊ എടുത്ത ഭാഗത്ത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടില്ലേ? കണ്ടോ? എവിടെ? ഹലോ, എന്താ ക്വസ്റ്റ്യൻസ് കണ്ടു? വാട്ട് പ്രിവെന്റ് ദ ബോയ് ഫ്രം സീയിങ് ദ റിവർ? കണ്ടോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് പ്രിവെന്റ് ചെയ്ത് കുട്ടിയെ എന്താ കാണുന്നതിൽ നിന്നും റിവർ, പിന്നെ കുട്ടിയെ പ്രിവെന്റ് ചെയ്തെന്ന് അറിയാലോ? മൗണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ്? ക്ലിയർ ആവണില്ലേ? ഓക്കെ, ലിസൺ. ക്ലിയർ ആവണില്ലേ? ഓക്കെ ഓക്കെ, നോക്കാം. ഓക്കെ മോനെ, റേഞ്ചിന്റെ പ്രശ്നമായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളകി റെഡി ആവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ബോയ് ഹിയർ അബൌട്ട് ദ റിവർ ഫ്രം ദ വില്ലേജേഴ്സ്? വില്ലേജേഴ്സിന്റെ അടുത്തുനിന്ന് റിവറിനെ കുറിച്ച്. ഓക്കെ മോനെ, ഒന്നും മിണ്ടായിരിക്കും, ക്ലിയർ ആവും. ഓക്കെ, ഈ റിവറിനെ കുറിച്ച് കുട്ടി എന്താണ് വില്ലേജേഴ്സിന്റെ അടുത്തുനിന്നും കേട്ടത്? അതുപോലെ വൈ ഡിഡ് ദ ബോയ് ലൈക്ക് ടു വാക്ക് ബെയർ ഫൂട്ടഡ്? എന്തുകൊണ്ടാണ് കുട്ടി ബെയർ ഫൂട്ടഡ് ആയിട്ട് നടക്കാന് ആഗ്രഹിച്ചത്? ഈ 3 ക്വസ്റ്റ്യന്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഓക്കെ, മനസ്സിലായോ? നോട്ടിലേക്ക്. ഓക്കെ, ഇനി നിങ്ങളെ പോസ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. വാട്ട് ഡു യു സീൻ ഇൻ ദാറ്റ് പോസ്റ്റർ? നമ്മുടെ അവിടെ പോസ്റ്റർ കണ്ടു, അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? റൈറ്റ് ഇൻ ദ ഗിവൺ ബിലോ. അതെങ്ങനെയാ? താഴെ പറയുന്ന പോലെ എഴുതാ. ടൈറ്റില്, ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, ഇല്ലുസ്ട്രേഷൻ, പിക്ചർ ഷോയിങ് ചിൽഡ്രൻസ് ലവ് ടുവേഴ്സ് ട്രീ, പിക്ചർ ഓഫ് എ ഡാമേജ്ഡ് ഫോറസ്റ്റ്. അപ്പം നമ്മൾ സ്ലോഗൻ എഴുതി, അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ഒരു മെസ്സേജും കൊടുക്കുക. ഒരു സ്ലോഗന്റെ എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുള്ളത്, നോ ട്രീ നോ മാൻ. നോ ട്രീസ് നോ മാൻ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങള് മുറിച്ച് മാറ്റരുത്. മെസ്സേജ്, സ്റ്റോപ്പ് ഡീഫോറസ്റ്റേഷൻ, പ്രകൃതിയെ നശിപ്പിക്കുന്നത് നിർത്തുക, അല്ലെങ്കിൽ വനങ്ങളെ നശിപ്പിക്കുന്നത് നിർത്തുക. സേവ് നേച്ചർ, പ്രകൃതിയെ സംരക്ഷിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. പിന്നെ റസ്കിംഗ് ബോണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? റസ്കിംഗ് ബോണ്ടിനെ കുറിച്ച് അറിയില്ല? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റസ്കിൻ ബോണ്ട് പിന്നെ ഒരു ഇന്ത്യൻ റൈറ്റർ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ആൾക്കാർ മാത്രം ലെഫ്റ്റ് ആവുക. 7th A 7th B, നിങ്ങൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ലെഫ്റ്റ് ആവുക. ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്തവർ മാത്രം ലെഫ്റ്റ് ആവുക, അല്ലാത്തവർ അവിടെ നിൽക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്തവർ മാത്രം ലെഫ്റ്റ് ആവുക. പേജ് 8 ഏതാ കോളം? പറഞ്ഞോ. കോളം ഉണ്ട്. ആയിക്കോട്ടെ, അത് നിങ്ങൾ ടെക്സ്റ്റിൽ എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഓക്കെ പറയ്.
ന്യൂസ് റിപ്പോർട്ടിന്റെ അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്ത ആൾക്കാർ മാത്രം 70A 70B ലെഫ്റ്റ് ആവും കേട്ടോ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടവർ ശ്രദ്ധിക്കുക, ഞാൻ ഈ ലിങ്ക് അയച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പില്. 7th A 7th B ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചിട്ടുണ്ട്, അതിൽ കയറിയിട്ടാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടത്. 7th C കാർക്ക് ഞാൻ അയച്ചുതരാം കേട്ടോ.